റോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ മത്തിയും കായും ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് മത്തിയും കായും മേടിക്കാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ ഓട്ടോയിൽ കയറി ഒരു ട്രിപ്പ് അടിച്ചിട്ട് വരാം. ദാ വരുന്നതാണ് എൻ്റെ ഏട്ടൻ, പേര് ശരത്ത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ സ്വന്തം മയിൽവാഹനത്തിൽ പോയി സാധനം മേടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ മീൻ മേടിക്കുന്ന ഡെസ്റ്റിനേഷൻ ഇതായെത്തി. പലതരത്തിലുള്ള മീനുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ താരം മത്തിയാണ്. നമുക്ക് അത് മേടിക്കാം. അതാ നമ്മുടെ താരം നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ കൂട്ടത്തിലൊന്ന് പൊരിച്ച് കഴിക്കാന്ന് വിചാരിച്ച് ഈ കാണുന്ന വാളമീൻ കൂടി ഒന്ന് മുറിച്ച് മേടിച്ചു. അടുത്തത് കായ മേടിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. ഞായറാഴ്ച നമ്മുടെ ഇവിടെ ഔട്ടിങ് പതിവാണ്. ഞായറാഴ്ച എല്ലാവരും ഒരുമിച്ചുണ്ടാകുന്ന ദിവസമായതുകൊണ്ട് എന്തെങ്കിലും സാധനമെല്ലാം മേടിക്കാൻ അച്ഛൻ്റെ പേര് ഓട്ടോറിക്ഷ കയറി എല്ലാവരും വീട്ടിൽ എന്നിട്ട് ടൗണിൽ ഒരു കുട്ടിക്കാർക്കാണ്. അതൊരു പതിവായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു കൊണ്ടുവരും. ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇത് രണ്ടളവായാലും ഒരു ടൈമിലും തിരികെ എവിടെ ഇങ്ങോട്ടൊക്കെ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തി. ഇനി പരിപാടി ഓരോന്നായി തുടങ്ങാം. ആദ്യം നമ്മൾ മുറിച്ച് മേടിച്ച വാള ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി വെക്കാം. ഇതിൽ മസാല പിടിച്ച് സെറ്റാകുമ്പോഴേക്കും നമുക്ക് മത്തി മുറിച്ചിട്ട് റെഡിയാക്കാം. ഇനി നമ്മുടെ മത്തി ഒന്ന് മുറിച്ച് കഴുകിയെടുക്കാം. ഇത്രയും കായാണ് നമ്മൾ ഇപ്പം മത്തിയും കായി ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. എല്ലാവരും ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. കായ് ചെറുതായി ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട്. അപ്പം കായ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യത്തിന് ഇപ്പോൾ ഒരു 5-6 മത്തി, ഇപ്പോൾ 6-7 മത്തി കൂടിയുണ്ട്. അതും മുറിച്ചിട്ട് കഴുകിയെടുക്കും. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി പറിച്ചിട്ട് വരാം. മുറിച്ച് വെച്ച കായിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ മുറിച്ച് വെച്ച മത്തി എടുത്ത് അതിൻ്റെ മുകളിൽ നിരനിരയായി വെക്കണം.
എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകിനേക്കാളും നല്ലത് കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പച്ചമുളക് എടുത്തത്. ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് മുളകും കൂടി കൂട്ടി ഒന്ന് ഒതുക്കിയെടുക്കണം എല്ലാം കൂടി. മത്തിയും കായും ഒന്ന് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ വാള ഒന്ന് പൊരിക്കാൻ വേണ്ടി വെക്കാം. വെന്ത് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ആ ഇട്ട മത്തിയെല്ലാം ഒന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. മുള്ളൊക്കെ കളഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് മുള്ളൊക്കെ വായിലേക്ക് വരില്ലേ. കൈ പൊള്ളിക്കാണ്ട ചെയ്യണേ. വാലിൻ്റെ ഭാഗം പിടിച്ചൊന്ന് കുടഞ്ഞാൽ ആ ഇറച്ചിയൊക്കെ അങ്ങ് ഇളകി വന്നു. കായ് ആ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. നമ്മളിത് കുക്കറിലാക്കുന്നെങ്കിൽ ഒരു 2 വിസിലുകൊണ്ട് നന്നായി വെന്ത് കിട്ടും. അതാകുമ്പോൾ എളുപ്പമായി. ശേഷം നമ്മൾ ആ എടുത്ത മത്തിയെല്ലാം അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. കൂടെ ആ ഒതുക്കി വെച്ച ആ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും തേങ്ങയെല്ലാം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി നിറക്കണേ. കുറച്ച് ചേർത്താൽ മതി. നല്ലോണം ഡ്രൈ ആവാൻ പാടില്ല. കുറച്ചൊരു പശ പോലെ വേണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് ഡ്രൈ ആക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മത്തിയും കായും റെഡിയായി. ഇത് കഞ്ഞിയുടെ കൂടെയാണ് കൂടുതലും കോംബോ ആയിട്ട് ചേരുക. പഴങ്കഞ്ഞിയുടെ കൂടെ കൂട്ടിയാലും ഒന്നുകൂടി പൊളിക്കും. മത്തിയും കായും റെഡി ആകുമ്പോഴേക്കും നമ്മുടെ മീൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. മത്തിയും കായ ആയ ഉടനെ എനിക്കൊന്ന് ഉപ്പുണ്ടാക്കാൻ നിർബന്ധമായിട്ട് വേണം. അത് ഒരു മസ്റ്റാണ്. ചൂടോടെ ഇതിൻ്റെ ഉപ്പുണ്ടാക്കാനില്ലേ നല്ല രസമാണ്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും ഈ മത്തിയും കായിൻ്റെ കോംബോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ സൺഡേ സ്പെഷ്യൽ കഞ്ഞി, മത്തിയും കായും, വാള പൊരിച്ചതും അച്ചാറും ഇത്രയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.